നമ്മുടെ പ്രധാനമന്ത്രി മുമ്പ് നടത്തിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്താണ് മറ്റേ ഈ കോവിഡിൻ്റെ സമയത്ത് പിന്നെ രാജു നമ്മളെ കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചത്? പാത്രം കൊട്ടിക്കുക, കൊട്ടിയിരുന്നാ ഇവിടെ കൊട്ടിയ ആൾക്കാരുണ്ടോ? പാത്രം കൊട്ടിയ ആൾക്കാരുണ്ടോ? അതിവിടെ ചില ആൾക്കാരുണ്ട്, എനിക്കറിയാതെ നുണയൊന്നും പറയണ്ട. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം പാത്രം കൊട്ടി എത്ര പേരിവിടെ ഉണ്ട് നോക്കട്ടെ. എന്ത് സമർത്ഥമായിട്ടാണ് കളവ് പറയുന്നത്. ചിലരുടെ മുഖമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ആരൊക്കെയാ പാത്രം കൊട്ടിയെന്നുള്ളത്. വെളിച്ചം തിരിതെളിച്ചു കഴിഞ്ഞാൽ കോവിഡിന്റെ അണുക്കൾ പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഗോമൂത്രം ശരീരത്ത് പുരട്ടിയാൽ കോവിഡിന്റെ അണുക്കൾ പോകുമെന്ന് പറയുന്നുണ്ട്. ചാണകത്തിൽ കടന്ന് പുരണ്ടാൽ കോവിഡ് പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം അല്ലേ പറഞ്ഞേ ലോകത്ത് പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്, അതുകൊണ്ടല്ലേ ഗണപതിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മറ്റു പറഞ്ഞ കാര്യം, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഇപ്പോൾ വളരെ കോൺഫിഡൻഷ്യലാണ്. അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ആരും കാണാൻ പാടില്ല. അദ്ദേഹം BA പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, MA പഠിച്ചത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ ഡിഗ്രി ഒന്നും സർട്ടിഫിക്കറ്റുകൾ കാണാൻ കഴിയില്ല. ഞാൻ MB എന്നല്ലേ, ഇപ്പോൾ ഇവരൊക്കെ MLA ആയിട്ട് പത്മകുമാറെ നിങ്ങളൊക്കെ നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കുമ്പോൾ രാജു നമ്മൾ പറയണ്ടേ നമ്മുടെ ഡിഗ്രി എന്താണെന്ന്? ഇല്ലേ? ഒരു പൊതുപ്രവർത്തകന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. നമ്മളെ ഭരിക്കുന്നവരുടെ യോഗ്യത എന്താണ്, സാങ്കേതിക യോഗ്യത എന്താണ്, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നറിയാനുള്ള ഒരു അവകാശം പൗരനുണ്ട്. പക്ഷേ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല. ഹൈക്കോടതികൾ പറയുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരെ ആർക്കും അറിയില്ല, അദ്ദേഹത്തെ പഠിപ്പിച്ചവരെ ആരും അറിയില്ല. എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഡിഗ്രി കരസ്ഥമാക്കിയെന്നും PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കരസ്ഥമാക്കിയെന്നും ആർക്കും അറിയില്ല. നോക്കുക നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ.